നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ശ്രീ കാട്ടുശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മകരവിളക്കിനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ മകരവിളക്കിന് ഇവിടെ ഇങ്ങനെ ദീപം കൊളുത്തി കാണുന്നത്. ദീപം കൊളുത്താറുണ്ടെങ്കിലും ഇത്രയൊന്നും ഉണ്ടാവാറില്ല, വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യമാണ് ലക്ഷം ദീപം തെളിയിക്കലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ആ പടിക്കൽ സ്റ്റെപ്പുകളിലൊക്കെ ഉണ്ടല്ലോ ദീപം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽത്തറയുടെ ചുറ്റും പിന്നെ മതിലുകളിൽ ഒക്കെ വെച്ച് ചുറ്റിയിട്ട് 1,00,000 ദീപങ്ങളാണ് കേട്ടോ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. എന്ത് ഭംഗി അറിയോ കാണാൻ. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് വരാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ട് വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഉണ്ണിക്കുട്ടനും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ പറയും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം ലാസ്റ്റ് പോയിട്ട് നമുക്ക് പോയിട്ട് തൊഴുതാന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും അതിന് ചുറ്റും ഇങ്ങനെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ വിളക്കുകളൊക്കെ കാറ്റത്ത് കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊളുത്തിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് രസം അറിയാം. അപ്പോൾ ഇരുട്ട് ഇങ്ങനെ ആവുമ്പോഴാട്ടോ ആ ദീപത്തിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി തോന്നുന്നു കേട്ടോ ഇവിടെ വിളക്ക് വെളിക്കാൻ. നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കെട്ടുപോയിരിക്കുന്ന എല്ലാ ദീപങ്ങളും നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കൊളുത്തി വെച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ അത് കൊളുത്താൻ ഒരുപാട് അവന് ഇഷ്ടമായത്. അവൻ ഞാൻ കൊളുത്താം അമ്മ കെട്ടുപോയിന്ന്. പക്ഷേ ആദ്യമൊക്കെ അവന് തൊടാൻ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ, കൈ പൊള്ളുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നങ്ങ് കൊളുത്തി കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവൻ ഓരോന്നെടുത്ത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിയിട്ട് ഇറങ്ങിയപ്പോൾ വലിയൊരു ക്യൂ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു, പായസം. അപ്പോൾ നമ്മൾ അവിടെ കയറി നിന്ന് നമുക്ക് പായസമൊക്കെ മേടിച്ച് ഉണ്ണിക്കുട്ട 2 ഗ്ലാസ് പായസമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് ഭജനയൊക്കെ കഴിഞ്ഞ് തൊഴുതി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വരെ ഉണ്ണിക്കുട്ടൻ അവിടെയുള്ള ദീപങ്ങൾ കൊളുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ദീപം കൊളുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ തിരി കത്തി കഴിഞ്ഞതുണ്ടായിരുന്നു, പിന്നെ എണ്ണ കഴിഞ്ഞതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ നോക്കിയെടുത്ത് ഓരോന്ന് കത്തിക്കുകയാണ് കേട്ടോ. തിരിയും എണ്ണയും കൂടി ഉള്ളതാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ്റെ കൈ പൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ പിന്നെ നിർത്തിയിട്ടില്ല. ഞാൻ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് മതി നമുക്ക് വീട്ടിൽ പോകാമെന്ന്. പക്ഷേ അവൻ പിന്നെയും ഇങ്ങനെ ഓരോരോ വിളക്കിൽ തിരി എണ്ണയുള്ളത് നോക്കിയെടുത്തിട്ട് അവൻ കത്തിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ പൊമ്മില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പൊമ്മ് ടൂറ് പോയിരിക്കുകയായിരുന്നു, അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളില്ലാത്തൊരു കുറവ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷം ദീപം തെളിയിക്കൽ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.